ഹായ് എല്ലാവർക്കും രാക്കാസ് കിച്ചൺ വെള്ളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പമ്പുളി ഇട്ട് വെച്ച ചാളക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടാം. ചാള നമ്മൾ കറി വയ്ക്കാൻ പോകണം കേട്ടോ. ചാള നമ്മളൊരു 1/2 കിലോ ചാളയാണ്. അപ്പോൾ തൃശ്ശൂരാണ് അധികം ഇതിനെ ചാളാന്നും ചില സ്ഥലത്ത് ഇതിനെ മത്തി എന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങളിവിടെ ചാള എന്നാണ് പറയണത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇരുമ്പമ്പുളി ഇട്ടിട്ടാണ് ഇന്ന് ചാളക്കറി വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ആ വീഡിയോ ഇടണമല്ലോ കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻപെട്ട സാധനം ഇരുമ്പമ്പുളി നടു കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് എന്താ കറിക്ക് ആവശ്യത്തിനുള്ള പുളിയാണ് ഇപ്പോൾ എടുത്തേക്കണത്. അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ ഇത് നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മറ്റേ കാശ്മീരി പൗഡറാണ്. അത് ഞാൻ 2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് കാച്ചാനാണ്. പിന്നെ 1.5 ടീസ്പൂണോളം സാധാ മുളകുപൊടി. പിന്നെ നമുക്ക് ഇതിലേക്ക് പിന്നെ വേണ്ടത് ഇഞ്ചി. ഇതിപ്പോൾ വെളുത്തുള്ളിയാണ്. 2 കഷ്ണം, 2 ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3-5 ഉള്ളി ചുവന്നുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളകും നടു കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ മീൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ഇതിലേക്ക് നമുക്ക് പിന്നീട് ആവശ്യമുള്ളത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ പിന്നീട് കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചേക്കണം കേട്ടോ. മീന് ഞാൻ ഇങ്ങനെ മുഴുവനോടെ തന്നെയാണ് വെക്കണത്. പിന്നെ കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ്. അതും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് സാധാ മുളക് പൊടി 1 ടീസ്പൂണോളം എരിവിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അത് എല്ലാതും കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പുളിക്ക് ആവശ്യത്തിന് നമുക്ക് ആദ്യം കുറച്ച് ഇരുമ്പമ്പുളി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം പുളി കൂടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കുറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ചാണ് ഇതിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് പോരായ വരാണെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാനാണ് ഇത് മാറ്റി വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പിന്നെ നമുക്ക് വെളിച്ചെണ്ണയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കൈ കൊണ്ട് നന്നായി മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മീൻ കറിയിലേക്ക് നന്നായി പിടിക്കാനാണ് ഈ കൈ കൊണ്ട് തന്നെ ചേർക്കണത്. നമ്മൾ കൈകൊണ്ടൊക്കെ ചേർക്കുമ്പോഴേ അത് പിടിക്കില്ല. മീനല്ലാതെ നല്ല പോലെ കൂട്ടി തിരുമ്മിണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിത് മൂടി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടാ. അപ്പോൾ അത് നമുക്ക് മൂടിയൊക്കെ തുറക്കാം. അപ്പോൾ ഞാൻ മൂടിയൊക്കെ തുറക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു മണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായി കൈ കൊണ്ടൊക്കെ ഒന്ന് കലക്കി കൊടുക്കാം. ഇതിൽ വെള്ളം നമുക്ക് പോരായാണ്. അപ്പോൾ അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നാളികേരപ്പാലൊന്നും ചേർക്കണില്ല. നാളികേരേ ചേർക്കണില്ല. വെറുതെ ഒരു ഇരുമ്പമ്പുളി പുളിങ്കറി പോലെയാണ് നമ്മൾ വെക്കുന്നത്. അതൊന്നും കൂടി നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ മീൻ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ കത്തിക്കാം കേട്ടോ. സ്റ്റൗവൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. കറി എന്തായാലും നോക്കാം കേട്ടോ. അപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കണ്ട ആവി വരുന്നുണ്ടോ. അപ്പോൾ അത് നമുക്ക് തുറന്നൊക്കെ നോക്കാം. നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ പുളിയും ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം. കറിയിലേ കുറച്ച് പുളി കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി പുളി ഇട്ട് കൊടുക്കേണ്ട. അതേപോലെ ഉപ്പും ഇത്തിരി കുറവാണ് കേട്ടോ. അപ്പോൾ പുളി കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നമ്മുടെ കറി കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ കൂട്ടാനൊക്കെ എന്തായി നോക്കുന്നു നോക്കാട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് പുളിയും ഉപ്പൊക്കെ ഇട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഉണ്ടോയെന്ന് ഒന്നും കൂടി ഒന്ന് നോക്കാം.
അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കുറച്ചും കൂടി ഒന്ന് ചാറ് വറ്റാൻ വേണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആവും. മീൻകറി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെച്ചത് കൊണ്ട് പറയല്ല. നമ്മൾ രണ്ടാമത് പുളിയും ഉപ്പൊക്കെ ഇട്ടപ്പോഴാണ് അത് കറക്റ്റായത്. അപ്പോൾ എൻ്റെ വായിൽ തന്നെ പറയുമ്പോൾ തന്നെ വെള്ളം വന്നില്ലേ, അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇന്ന് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം കേട്ടോ. കറിയുടെ ചാറൊക്കെ വറ്റി നമുക്ക് കഴിക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ അതേ സ്റ്റൗവൊക്കെ ഞാൻ ഓഫാക്കാണ് കേട്ടോ. ഇനി അതിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാച്ചി ഒഴിക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ചൂടായ പാത്രമാണ്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു കറിവേപ്പിലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉലുവ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഈ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി നല്ല പോലെ മൂത്ത് വരണം കേട്ടോ. നമ്മുടെ ഉള്ളി അല്ലാതെ നല്ല പോലെ മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ മീൻ കറിയിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മീൻ കറിയിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് ചട്ടിയിൽ ബാക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് കയ്യിലോണ്ട് ഇങ്ങനെ കോരിയെടുക്കാം കേട്ടോ. കിട്ടണില്ല. അതെ, ഇരുമ്പമ്പുളി ഇട്ട് വെച്ചാൽ നമ്മുടെ ചാളക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ.